നമ്മുടെ 4 ഭരണ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ LDF സർക്കാർ, അതായത് ഭരണ തുടർച്ച, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരണ തുടർച്ച വന്നു. വീണ്ടും ഒരു ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഭരണ കോൺഗ്രസ് നടക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത്. വീണ്ടും മൂന്നാമതും LDF സർക്കാർ തന്നെ ഭരണത്തിൽ തുടരും എന്നുള്ളൊരു പ്രതീതിയും ഒരു കാഴ്ചപ്പാടും പൊതുസമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പൊതുസമൂഹം അതിനെ നോക്കിക്കാണുന്നത്. അപ്പം ഈ ഒരു ഭരണ തുടർച്ചയുടെ ഈ 10 വർഷം സംസ്ഥാനത്ത് ചെയ്ത കാര്യങ്ങളും ഇനി സംസ്ഥാന ഗവൺമെൻറ് ഈ ബജറ്റിൽ ഇപ്പം അവതരിപ്പിച്ച ബജറ്റിലും നമ്മുടെ LDFൻ്റെ പ്രകടന പത്രികയിലൊക്കെ പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെച്ചൊരു കാഴ്ചപ്പാടാണ്. അതിനെ ഏത് രീതിയിൽ ഉത്തേജിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ ഭരണ കോൺഗ്രസ്? വികസന അജണ്ടയാണ് ചർച്ചാ വിഷയമെങ്കിൽ LDFനില്ലാതെ വോട്ട് ചെയ്യില്ല. കാരണം ഏത് കാലത്ത് ഇതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പെൻഷനായാലും എന്ത് ആനുകൂല്യം എടുത്താലും പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം. 2, ഏത് കാലത്താണ് ഇതുപോലെ പശ്ചാത്തല സൗകര്യങ്ങളുള്ള നിക്ഷേപവും പുതിയ വ്യവസായങ്ങൾ വരാൻ തുടങ്ങിയൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അജണ്ടയാണ് വെക്കുന്നത്. അതിന് വലിയ വിശ്വാസ്യതയുണ്ട്. വാചകടിയല്ല കേട്ടോ, ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് UDF BJP വേറെ കാര്യങ്ങൾ ചർച്ചയാക്കാനാണ് ശ്രമിക്കുന്നത്. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ, സാമുദായികമായിട്ടുള്ള വികാരങ്ങൾ ഒക്കെ ഇളക്കി വിട്ടിട്ട് ഇതിനപ്പുറം കാര്യം ഉണ്ടാക്കാൻ ചിലർ UDF കരഞ്ഞു കിടക്കുന്നത്, ഇനി ഞങ്ങൾ ഒരു തവണയും കൂടി തോറ്റുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ വരുമ്പോഴത്തേനത് BJPയും LDFുമായി പോവും. ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വോട്ട് പിടിക്കാൻ വികസനം ചർച്ചയും ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അങ്ങോട്ട് ഒരു പാളിച്ച വന്നിട്ടുണ്ട്. എന്നാൽ ഈ വികസന കോൺഗ്രസ് വികസന അജണ്ടയെ വീണ്ടും നമ്മുടെ ചർച്ചാ മണ്ഡലത്തിൽ, പൊതുമണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3000 ആളുകളാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഈ സമ്മേളനത്തിൽ 46 സെമിനാറുകളുണ്ട്, 4 സിമ്പോസിയങ്ങളുണ്ട്. ഇങ്ങനെയുള്ളതിലെല്ലാമായിട്ട് 300 പേര് പങ്കെടുക്കുകയാണ്. എന്താണ് ചെയ്യാൻ പോണതെന്ന് വെറുതെ വർത്താനമല്ല. 3 വാല്യങ്ങളായിട്ട് പുസ്തകം ഉണ്ടാവും, രേഖയുണ്ടാവും. ഒരു വാല്യത്തിൽ മുഖ്യമന്ത്രി കേരളത്തിലെ 10,000 വിദഗ്ധർക്ക് കത്തെഴുതിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിൽ നിങ്ങളുടെ നിർദ്ദേശം എന്ത്? ഞങ്ങളിത് മുഴുവൻ അച്ചടിക്കാൻ പോയാൽ. അപ്പോൾ ഇത്ര വിപുലമായിട്ടുള്ള ഒരു വികസന സംവാദത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത് ജനശ്രദ്ധയെ ആകർഷിക്കും. വികസന അജണ്ടയെ വീണ്ടും ഈ ഇലക്ഷനിലെ ഇതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ വെറുതെ വാചകടിയല്ലെന്നുള്ള തെളിവെന്താ? ഇതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. ഇത് 5ാമത്തേതാണ്. അതിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രമല്ല, ഇതിൽ നേരിട്ട് പരോക്ഷമായി പങ്കെടുക്കുന്നവർ. ഈ രേഖ തയ്യാറാക്കാൻ വേണ്ടി 10,000 പേര് പങ്കെടുത്ത സെമിനാറുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തും വെച്ച് നടത്തി. ഇതിനു പുറമെ 40 വിഷയ സമിതികൾ, ഓരോ സമിതിയിലും 10-20 വിദഗ്ധന്മാരുണ്ട്. അവരാണ് ചർച്ച ചെയ്ത് രേഖയുണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ കൂട്ടിച്ചേർത്താണ് വികസന രേഖ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പഠന കോൺഗ്രസ് നമ്മുടെ വികസന അജണ്ടയെ വീണ്ടും പൊതുമണ്ഡലത്തിലെ കേന്ദ്ര പ്രശ്നമായിട്ട് ഉയർത്താൻ സഹായിക്കും.